നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണ്. വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. വി ടി ഭട്ടതിരിപ്പാട് രാമൻ ഭട്ടേരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, രാമൻ ഭട്ടേരി. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ. നമുക്ക് എല്ലാവർക്കും അറിയാം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതുപോലെ തന്നെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ വിശ്വവിഖ്യാതമായ നാടകം ഏതായിരുന്നു? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ വിശ്വവിഖ്യാതമായ നാടകമാണ്. അതായത് സമൂഹത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു നാടകം. അതുപോലെ തന്നെ വി ടി ഭട്ടതിരിപ്പാട് ആദ്യമായിട്ട് നാടകം അവതരിപ്പിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ച എവിടെയായിരുന്നു? ഇടക്കുന്നി, തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച സംഘടനയായിരുന്നു ഏത്? യോഗക്ഷേമ സഭ. വർഷം ചോദിച്ചാൽ 1908. അതുപോലെ പറയുകയാണെങ്കിൽ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞു. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു ഏത്? മംഗളോദയം. അതുപോലെ യോഗക്ഷേമ സഭയുടെ ആദ്യകാല പ്രസിഡന്റ് ഏതായിരുന്നു? ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. ഓർത്ത് വെച്ചുകൊള്ളുക, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ മംഗളോദയത്തിൻ്റെ ആദ്യകാല മുഖ്യ പത്രാധിപർ ആരായിരുന്നു? ചങ്ങമ്പുഴയായിരുന്നു. അതുപോലെ വി ടി ഭട്ടതിരിപ്പാട് 1931 തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാത്ര നടത്തുകയുണ്ടായി. വർഷം 1931. 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു. അതായത് നിർധനരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള ധനശേഖരണാർത്ഥം വി ടി ഭട്ടതിരിപ്പാട് യാത്ര നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ക്വസ്റ്റ്യൻസ് ആണ്. ആ വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക കേട്ടോ.